ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഓൺലൈൻ പോണോഗ്രഫിക്കെതിരെ സർക്കാർ ശക്തമായ നടപടി സ്വീകരിച്ചു വരുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. സംസ്ഥാനത്തെ സർക്കാർ വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ വലിയ തോതിൽ മുന്നേറാൻ കിഫ്ബി ഫണ്ട് വഴി കഴിഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി സജി ചെറിയാൻ. വിശദമായ പദ്ധതി സമർപ്പിച്ചാൽ ശബരിമല വികസനത്തിന് പ്രസാദം പദ്ധതിയിൽ ഫണ്ട് നൽകാമെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ശെഖാവത്ത്. ആശാപ്രവർത്തകരുടെ വിഷയത്തിൽ നിർണായക തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ ഇന്ന് കൂടിക്കാഴ്ച. പ്രകൃതിയുടെ കൊച്ചു സന്ദേശവാഹകരോട് കൃതജ്ഞതാപൂർവ്വം എന്ന സന്ദേശവുമായി ഇന്ന് ലോക കുരുവി ദിനം. പരക്കെ വേനൽ മഴ ലഭിച്ചിട്ടും സംസ്ഥാനത്ത് അൾട്രാ വയലറ്റ് സൂചിക അപകടകരമായ തോതിലെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. വിവിധ ജില്ലകളിൽ ചുവപ്പ്, ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഉദ്യം ഉത്സവിന് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ തുടക്കമാകും. പരിപാടിയോടനുബന്ധിച്ച് തയ്യാറാക്കിയിരിക്കുന്ന പവലിയനുകൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സന്ദർശിക്കും. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ ശാക്തീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ഈ മാസം 30 വരെ ഉദ്യം ഉത്സവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ വിഷയങ്ങളെ ചൊല്ലിയുള്ള പ്രതിപക്ഷ ബഹളത്തിനിടയിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ ഇടയ്ക്കിടെ തടസ്സപ്പെട്ടു. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. ഓൺലൈൻ പോണോഗ്രഫിക്കെതിരെ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. സുതാര്യവും സുരക്ഷിതവും വിശ്വസനീയവും ഉത്തരവാദിത്തപൂർണവുമായ ഇന്റർനെറ്റ് ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ലോക്സഭയിൽ നൽകിയ രേഖാമൂലമുള്ള മറുപടിയിൽ മന്ത്രി വ്യക്തമാക്കി. കുട്ടികളുമായി ബന്ധപ്പെട്ട അശ്ലീല ഉള്ളടക്കങ്ങൾ ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നവർക്കും പ്രക്ഷേപണം ചെയ്യുന്നവർക്കുമെതിരെ ഐടി ആക്ട് പ്രകാരം കർശന നടപടി സ്വീകരിക്കും. രാജ്യത്തെ സൈബർ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഫലപ്രദമാണെന്നും മന്ത്രി പറഞ്ഞു. നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. നടപടികൾ നിർത്തിവയ്ക്കണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അങ്കണവാടി ജീവനക്കാർക്ക് പ്രതിമാസ വേതനം 21,000 രൂപയാക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ പരിഗണിക്കാത്ത സർക്കാർ നടപടി സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തുനിന്ന് നജീബ് കാന്തപുരമാണ് നോട്ടീസ് നൽകിയത്. അങ്കണവാടി ജീവനക്കാരെയും ആശാപ്രവർത്തകരെയും സർക്കാർ ക്രൂശിക്കുന്നതായി നജീബ് കാന്തപുരം ആരോപിച്ചു. അങ്കണവാടി ജീവനക്കാരുടെ ജോലിഭാരത്തിൽ കഴിഞ്ഞ 10 വർഷത്തിൽ വലിയ വർധനയുണ്ടായതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. വേതന കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് അങ്കണവാടി തൊഴിലാളി സംഘടനകളുമായി ചർച്ച നടത്തിയിരുന്നതായി മന്ത്രി P. രാജീവ് പറഞ്ഞു. കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച ഓണറേറിയം 2,700 രൂപ മാത്രമാണെന്നും അങ്കണവാടി വർക്കർമാർക്ക് 12,500 മുതൽ 13,000 രൂപ വരെ ഓണറേറിയം സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിക്കുകയായിരുന്നു. കണ്ണൂർ വിമാനത്താവളത്തിന്റെ റൺവേ വികസനവുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പുരോഗമിക്കുന്നതായി മന്ത്രി K. രാജൻ. കീഴല്ലൂർ ഗ്രാമത്തിലെ ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നപരിഹാരത്തിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ മാസം യോഗം ചേരുമെന്നും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. കണ്ണൂർ വിമാനത്താവള റൺവേ വികസനം ഏറ്റെടുക്കുമ്പോൾ വീട് നഷ്ടപ്പെടുന്ന 200-ൽ അധികം കുടുംബങ്ങൾക്ക് പുനരധിവസിപ്പിക്കാനുള്ള ആനുകൂല്യങ്ങൾ അനുവദിക്കും. ഒരു പ്രത്യേക കരട് പാക്കേജ് ശുപാർശ ചെയ്യാൻ കണ്ണൂർ ജില്ലാ കളക്ടർക്ക് ഗതാഗത വകുപ്പ് നിന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളതും ജില്ലാ കളക്ടർ കരട് സ്പെഷ്യൽ പാക്കേജ് തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഭൂമി ഏറ്റെടുക്കലിന്റെ പ്രശ്നം ചർച്ച ചെയ്യാൻ ഈ മാസം തന്നെ മുഖ്യമന്ത്രി യോഗം വിളിച്ചു. റവന്യൂ റിക്കവറി നടപടികൾ ക്രമങ്ങൾ വരികയാണെങ്കിൽ അതിനൊരു പ്രത്യേക പാക്കേജ് തയ്യാറാക്കാനുള്ള നടപടി റവന്യൂ വകുപ്പ് സ്വീകരിക്കും. പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി ബന്ധപ്പെട്ട് നെഗോഷ്യബിൾ പർച്ചേസിന് വേണ്ടി നിയമനിർമ്മാണം പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ സർക്കാർ വിദ്യാലയങ്ങളുടെ ഭൌതിക സൌകര്യ വികസനത്തിൽ വലിയ തോതിൽ മുന്നേറാൻ കിഫ്ബി ഫണ്ട് വഴി കഴിഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി സജി ചെറിയാൻ. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിക്ക് വേണ്ടി നിയമസഭാ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ ഹൈടെക് ആകുന്നതിൽ കൈറ്റ് 682.06 കോടി രൂപ കിഫ്ബി മുഖേന ചെലവഴിച്ചതായും മന്ത്രി പറഞ്ഞു. 973 സർക്കാർ വിദ്യാലയങ്ങളുടെ ഭൌതിക സൌകര്യ വികസനത്തിന് 5 കോടി 3 കോടി 1 കോടി ധനസഹായമാണ് പ്രാരംഭഘട്ടത്തിൽ വിഭാവനം ചെയ്തത്. എന്നാൽ റേറ്റ് റിവിഷൻ വന്നതിന്റെ ഭാഗമായി ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാത്ത 3 കോടി ധനസഹായം 3.9 കോടിയായും 1 കോടി എന്നത് 1.3 കോടിയായും വർദ്ധിച്ചിട്ടുണ്ട് സാർ. ഏതാണ്ട് 2,565 കോടി രൂപയുടെ ഭരണാനുമതി കിഫ്ബി മുഖേന ഭൌതിക സൌകര്യ വികസനത്തിനായി വിദ്യാഭ്യാസ വകുപ്പിന് ലഭ്യമായിട്ടുണ്ട്. ഫിഷറീസ് വകുപ്പിലൂടെ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾ പഠിക്കുന്ന 57 സ്കൂളുകൾക്ക് 66 കോടി രൂപയുടെ ഭൌതിക സാഹചര്യം വികസനത്തിനായി കിഫ്ബി മുഖേന നമ്മൾ ലഭ്യമാക്കി.
സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കുന്നതിന്റെ ഭാഗമായി ചൈന മുതൽ ഓസ്ട്രേലിയ വരെയുള്ള രാജ്യങ്ങളിൽ പ്രത്യേക മാർക്കറ്റിംഗ് ആലോചിക്കുന്നതായി മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. ഇതിന്റെ ഭാഗമായി മലേഷ്യൻ എയർവേസുമായി ടൂറിസം വകുപ്പ് ധാരണയായതായും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. മലേഷ്യൻ എയർവേസ് പ്രതിനിധികൾ 8 രാജ്യങ്ങളിലെ ടൂർ ഓപ്പറേറ്റർമാർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ എന്നിവർ ഇതിന്റെ ഭാഗമായി അടുത്ത മാസം കേരളത്തിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. വിശദമായ പദ്ധതി സമർപ്പിച്ചാൽ ശബരിമല വികസനത്തിന് പ്രസാദം പദ്ധതിയിൽ ഫണ്ട് നൽകാമെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ശബരിമല ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേരത്തെ 100 കോടി രൂപ കേന്ദ്ര സർക്കാർ ശബരിമലയ്ക്കായി അനുവദിച്ചിരുന്നെങ്കിലും 55 കോടി മാത്രമാണ് ദേവസ്വം ബോർഡ് ചെലവഴിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. മുതലപ്പൊഴിയിൽ മത്സ്യത്തൊഴിലാളികൾ നടത്തിവന്ന ഉപരോധ സമരം പിൻവലിച്ചു. ഫിഷറീസ് ഡയറക്ടർ സമരക്കാരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിക്കാൻ തീരുമാനിച്ചത്. അടുത്ത ചൊവ്വാഴ്ചയ്ക്കകം ഡ്രഡ്ജിംഗ് നടത്തിയില്ലെങ്കിൽ സമരം തുടരുമെന്ന് മത്സ്യത്തൊഴിലാളികൾ അറിയിച്ചു. വിഴിഞ്ഞം ഹാർബർ, വിഴിഞ്ഞം തെക്ക് ഫിഷ് ലാൻഡിംഗ് സെന്റർ എന്നിവിടങ്ങളിൽ വള്ളം കരയ്ക്കടുപ്പിക്കുന്നതിനുള്ള സൌകര്യം മെച്ചപ്പെടുത്തി തീരം പുനഃസ്ഥാപിക്കുന്നതിനായി 77 ലക്ഷം രൂപയുടെ ഭരണാനുമതിയായതായി ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ. പരമ്പരാഗത യാനങ്ങൾ കരയ്ക്കടുപ്പിക്കാൻ പ്രയാസമനുഭവിക്കുന്ന പശ്ചാത്തലത്തിലാണ് നടപടിയെന്ന് മന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. ആശാപ്രവർത്തകരുടെ വിഷയത്തിൽ നിർണായക തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നഡ്ഡയുമായി ന്യൂഡൽഹിയിൽ നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം മന്ത്രി വീണ ജോർജുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് ആശാപ്രവർത്തകർ നിരാഹാര സമരം ആരംഭിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരള ഹൈക്കോടതി മുൻ ജഡ്ജിമാരായ ജസ്റ്റിസ് അശോക് മേനോനും ജസ്റ്റിസ് ഷെർസി വിയും ഉപലോകായുക്തമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. നിയമസഭാ സമുച്ചയത്തിൽ നടന്ന ചടങ്ങിൽ ലോകായുക്ത ജസ്റ്റിസ് N. അനിൽകുമാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇന്ന് ലോക കുരുവി ദിനം. പ്രകൃതിയുടെ കൊച്ചു സന്ദേശവാഹകരോട് കൃതജ്ഞതാപൂർവ്വം എന്നതാണ് ഇത്തവണത്തെ സന്ദേശം. നഗരവൽക്കരണം, മലിനീകരണം, ആവാസ വ്യവസ്ഥയുടെ നഷ്ടം എന്നിവ മൂലം കുരുവികളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന കുറവിനെക്കുറിച്ച് അവബോധം വളർത്തുക എന്നതാണ് എല്ലാ വർഷവും മാർച്ച് 20 ആഘോഷിക്കുന്ന ലോക കുരുവി ദിനത്തിന്റെ ലക്ഷ്യം. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന ചെറുപക്ഷികളെ സംരക്ഷിക്കാനുള്ള നിർണായക ഉദ്യമങ്ങളെ ദിനം പ്രോത്സാഹിപ്പിക്കുന്നു. കുരുവികളുടെ വംശനാശം തടയേണ്ടതിന്റെ അടിയന്തര ആവശ്യകതയും ഉയർത്തിക്കാട്ടുന്നു. സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിൽ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം പരക്കെ വേനൽ മഴ ലഭിച്ചിട്ടും സംസ്ഥാനത്തെ അൾട്രാ വയലറ്റ് സൂചിക അപകടകരമായ തോത് രേഖപ്പെടുത്തി. ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തുവിട്ട കണക്ക് പ്രകാരം വിവിധ ജില്ലകളിൽ ചുവപ്പ്, ഓറഞ്ച് ജാഗ്രത പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച 14 സ്റ്റേഷനുകളിലെ തത്സമയ അൾട്രാവയലറ്റ് സൂചിക വിവരങ്ങൾ പ്രകാരം 2 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും 5 ഓറഞ്ച് ജാഗ്രതയുമാണ്. പട്ടിക പ്രകാരം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അൾട്രാവയലറ്റ് രശ്മികൾ പതിച്ചത് ഇടുക്കി ജില്ലയിലെ മൂന്നാർ, കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര എന്നീ സ്റ്റേഷനുകളിലാണ്. അൾട്രാവയലറ്റ് സൂചിക അനുസരിച്ച് 11 ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അൾട്രാവയലറ്റ് സൂചിക 6 മുതൽ 7 വരെയെങ്കിൽ യെല്ലോ അലർട്ടും 8 മുതൽ 10 വരെയെങ്കിൽ ഓറഞ്ച് അലർട്ടും 11 മുകളിലേക്കാണെങ്കിൽ റെഡ് അലർട്ടുമാണ് നൽകുക. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. ഈ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത സഭയുടെ ത്രിമൂർത്തി സംഗീതോത്സവം ഇന്ന് ആരംഭിക്കും. കാർത്തിക തിരുനാൾ ഓഡിറ്റോറിയത്തിൽ 3 ദിവസത്തെ സംഗീതോത്സവം ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രോഗ്രാം മേധാവി വി. ശിവകുമാർ ഉദ്ഘാടനം ചെയ്യും. ജപ്പാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സംഘടനയായ ഒയിസ്ക ഇന്റർനാഷണൽ കോട്ടയം ചാപ്റ്ററിന്റെ വൃക്ഷമുത്തശ്ശി സംരക്ഷണ അവാർഡ് താഴത്തങ്ങാടി സ്വദേശികളായ KJ ജേക്കബ്, LC ദമ്പതികൾക്ക്. ലോക വനദിനമായ നാളെ അവാർഡ് സമ്മാനിക്കും. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. ഈ മാസം 27 വരെയാണ് ഗെയിംസ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഓൺലൈൻ പോണോഗ്രഫിക്കെതിരെ സർക്കാർ ശക്തമായ നടപടി സ്വീകരിച്ചു വരുന്നതായി കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ്. സംസ്ഥാനത്തെ സർക്കാർ വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ വലിയ തോതിൽ മുന്നേറാൻ കിഫ്ബി ഫണ്ട് വഴി കഴിഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി സജി ചെറിയാൻ. വിശദമായ പദ്ധതി സമർപ്പിച്ചാൽ ശബരിമല വികസനത്തിന് പ്രസാദം പദ്ധതിയിൽ ഫണ്ട് നൽകാമെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ആശാപ്രവർത്തകരുടെ വിഷയത്തിൽ നിർണായക തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ ഇന്ന് കൂടിക്കാഴ്ച. പ്രകൃതിയുടെ കൊച്ചു സന്ദേശവാഹകരോട് കൃതജ്ഞതാപൂർവ്വം എന്ന സന്ദേശവുമായി ഇന്ന് ലോക കുരുവി ദിനം.
പരക്കെ വേനൽ മഴ ലഭിച്ചിട്ടും സംസ്ഥാനത്ത് അൾട്രാ വയലറ്റ് സൂചിക അപകടകരമായ തോതിലെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. വിവിധ ജില്ലകളിൽ ചുവപ്പ്, ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.